പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഈ സുവർണ കാലഘട്ടമാണ്. നിങ്ങൾ ഇച്ചിലൂടെ പ്രായമായി കഴിയുമ്പോൾ ഇതുപോലെ വന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുവാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ കിട്ടിയെന്ന് വരും. വൈദികനായതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്നതും അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവസരത്തിൽ കുറച്ചുകൂടി നിങ്ങൾ അൽമായരായി സഭയിൽ പ്രവർത്തിക്കുമ്പോൾ ജോലി തിരക്കുകളും കുടുംബജീവിതത്തിൻ്റെ ചില ഭാരങ്ങളും ഒക്കെ കയറി വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ യുവജന പ്രസ്ഥാനത്തിലോ സഭയിലെ മറ്റ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലോ ഒക്കെ പ്രവർത്തിക്കുവാൻ സമയത്തിൻ്റെ പരിമിതികൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ്. യൗവനം എന്ന് പറയുന്നത് ശോഭനമായ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സ്തെഫാനോസ് സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മക്കളാണ് നിങ്ങളും ഞാനും ഒക്കെ. അതുകൊണ്ട് പ്രത്യേകമായി അതിനകത്ത് ഒരു വലിയ പ്രാധാന്യമാണ്. സ്തെഫാനോസ് സഹദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്തെഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്തെഫാനോസ് സഹദായുടെ മക്കൾക്ക് അത് അറിയത്തില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. സ്തെഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം കിരീടം എന്നാണ്. ഖലീൽ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പദം രൂപപ്പെടുത്തിയെടുത്തത്. കിരീടം, സ്വർഗീയ സന്നദ്ധിയിലെ കിരീടമായി സ്തെഫാനോസ് സഹദ മാറി നിൽക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പിൻഗാമികളായി അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന നമ്മൾ ഓരോരുത്തരും സഭയിലെ തന്നെ കിരീടങ്ങളായി മാറും, ഇടവകയുടെ കിരീടങ്ങളായി മാറും. അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനം എന്തായിരുന്നു? നിലപാടുകൾ കർക്കശമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കാൻ കഴിഞ്ഞ ധീരോദാത്തനായ ഒരു സഹദായുടെ പിൻഗാമികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്തകൾ ആഴമായി നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. പഠിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും സ്കൂളിലെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിനാൽ ആഴമായി നിന്ന് പഠിക്കുവാൻ നമുക്ക് മനസ്സിലാകും. എങ്കിൽ മാത്രമേ അതിനൊരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഏതൊരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു പടം വരയ്ക്കുവാൻ നമ്മൾ തുടങ്ങിയാൽ ആ പടത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ശോഭ ഉണ്ടാകുള്ളൂ. ഒരു പടം ആഴ്ന്നിറങ്ങി വരയ്ക്കുന്നത് പ്രകാരം ലയിക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഒരു പ്രസംഗത്തിലേക്ക് തയ്യാറെടുക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുന്നു. ഒരു യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് കർമ്മത്തിനും ഒരു ഒരുക്കം ആവശ്യം. ഏതൊരു കർമ്മത്തിനും ഒരു പ്ലാനിങ് ആവശ്യം. അതില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ആളിപ്പോകും. അതുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന്റെ ഏത് കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കും. ഏത് കർമ്മം എപ്പോൾ തുടങ്ങണം, ഏത് സമയത്ത് തുടങ്ങണം, ഏത് സമയത്ത് അവസാനിപ്പിക്കണം, ആ തുടങ്ങുന്നതിൻ്റെ അവസാനിപ്പിക്കുന്നതിൻ്റെ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായി എഴുതി തയ്യാറാക്കി അതിനൊരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെയും ഭംഗിയായി പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ യുവജന പ്രസ്ഥാന യൂണിറ്റുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഒന്ന് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് രൂപാന്തരം എന്ന വാക്ക് നമുക്ക് അറിയാം. ട്രാൻസ്ഫോർമേഷൻ, രജസ്കരം. ഈ രൂപാന്തരം എന്ന് പറയുന്നത്, രൂപാന്തരവും പുതുക്കവും എന്ന് പറയുന്നത് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. രൂപാന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അർത്ഥം എന്താ? രൂപാന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് വേറൊരു സാഹചര്യം, വേറൊരു അവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ചിത്രശലഭം അത് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു? ഏത് സാഹചര്യം? ആദ്യത്തെ ദശ എന്താണ്? ചിത്രശലഭം ആവുന്നതിന് മുമ്പ് ആദ്യത്തെ ദശ ചെറിയ ഒഴിവിന് മുമ്പ് ഒരു ചെറിയൊരു മുട്ടയാണ് അല്ലേ? മുട്ട വിരിഞ്ഞ് പുഴുവാകും. പുഴുവാണ് പിന്നെ പ്യൂപ്പയായി മാറും അല്ലെ? പിന്നീട് അത് കഴിഞ്ഞാണ് ചിത്രശലഭമായി. ഇത് 4 സ്റ്റേജാണ്. മുട്ട വിരിയുന്നതിന് അതിന് ചില താമസങ്ങളുണ്ട്, ചില കാലതാമസങ്ങളുണ്ട്. അന്തരീക്ഷത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ അത് വിരിയുന്നു.
അത് പുഴുവാകും. പുഴുവാകുമ്പോൾ അതിൻ്റെ കർമ്മം എന്താണ്? അതിൻ്റെ കർമ്മം എന്താണ്? പുഴുവാകുമ്പോൾ അതിൻ്റെ കർമ്മം എന്താ ചെയ്യുന്നത്? പറഞ്ഞോ, നിങ്ങൾക്കറിയാം. എന്താ പറഞ്ഞോ? പുഴുവാകുമ്പോൾ അതിന്റെ കർമ്മം ചെയ്യുന്നത് എന്താണ്? അടങ്ങി ഒരാളിരിക്കും. എപ്പോഴും യാത്രയല്ലേ? എപ്പോഴും യാത്രകൾ. കാണുന്നതെല്ലാം തിന്നുകൊണ്ടിരിക്കും. കാണുന്നത് മുഴുവൻ തിന്നുകൊണ്ടിരിക്കും അല്ലേ? ഒരു ഇല പോലും വെറുതെ വെച്ചേക്കും. വലിയ മരത്തിന്റെ ആണെങ്കിലും ചെറിയ മരത്തിന്റെ ആണെങ്കിലും അതിന്റെ നെതളുകൾ മുഴുവൻ തിന്ന് തീർക്കുവാനായി അതിന് ആവേശം. അതിനുശേഷമാണ് പ്യൂപ്പയുടെ ഒരു സാഹചര്യം, നിശബ്ദമായി ഇരിക്കുന്ന സാഹചര്യം. അത് കഴിയുമ്പോഴാണ് എന്ത് മനോഹരമായ ചിത്രശലഭമായി അത് രൂപാന്തരം പ്രാപിക്കുന്നത്. ചിത്രശലഭമായി രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ കാണുന്നത് മുഴുവൻ തിന്നാൻ പോകും. ഇല്ല. പിന്നീട് ഭക്ഷണം ഏതാ? തേൻ മാത്രമേ അല്ലേ? അത് ചില നിലപാടുകളുടെ രൂപത്തിലാണ്. തേൻ മാത്രമേ ഭക്ഷിക്കൂ. കാണുന്നത് മുഴുവൻ തിന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? അതിൽ നിന്ന് നിശബ്ദമായി കുറെ കാലഘട്ടം മാറി നിന്നു. പിന്നീട് മനോഹരമായ ചിത്രശലഭമായി രൂപാന്തരപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് വരുന്നില്ല. മറിച്ച് നിത്യമായ നിലപാടുകളെടുത്ത് ശോഭനമായ ഒരു ദൈവത്തിന്റെ സൃഷ്ടിയായി ഈ സമൂഹത്തിൽ നിൽക്കുന്ന ചിത്രശലഭത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ. പക്ഷെ നമുക്ക് രൂപാന്തരം ഓരോ വർഷവും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പിന്നീട് നമ്മുടെ പരാജയം എന്ന് പറയുന്നത് എന്താ? പഴയതിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത്. കാണുന്നത് മുഴുവൻ നമ്മൾ ആർത്തിയോടെ വെട്ടിപ്പിടിച്ച് അതിലേക്ക് എല്ലാം ഇടപെട്ട് ഒക്കെ നമ്മൾ വളരെ ശക്തമായി നമ്മുടെ ആവേശവും ശക്തിയും ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോഴും അതിൽ നിന്നൊക്കെ രൂപാന്തരപ്പെട്ടു വരുമ്പോഴും പഴയ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നമുക്ക് നല്ല മനുഷ്യരായി തീരാൻ കഴിയും. ഈ സമൂഹത്തിലെ നല്ല നല്ല ചിത്രശലഭങ്ങളായി തീരുവാൻ കഴിയും. സമൂഹത്തിന് ഉപദ്രവം ഇല്ലാത്ത ഒരു ജീവിയായി ജീവിക്കുവാൻ കഴിയും. എനിക്ക് പറയാനുള്ളതാണ്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മുടെ ചിന്തകളാണ്. ചിന്തകൾ നല്ലത് ചിന്തിച്ചില്ല എങ്കിൽ നല്ല രൂപാന്തരം സംഭവിക്കും. എന്തുകൊണ്ടാണ് ട്രെയിൻ യാത്രയിൽ ആ ഒരു പെൺകുട്ടി അവിടെ മൃഗീയമായി അതിദാരുണമായി പീഡിപ്പിക്കുവാനിടയായി? ആ പയ്യന്റെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ വയസ്സ് നമുക്കറിയാം. എത്ര വയസ്സാണ്? നമ്മുടെയൊക്കെ എത്രയും പ്രായം അല്ലേ? കേവലം വന്ന 32, 33 വയസ്സ്. അത്രയും ആ ഏജിലുള്ള നിൽക്കുന്ന വ്യക്തി ചിന്തിച്ചത്, അദ്ദേഹത്തിന്റെ ചിന്തകൾ മുഴുവൻ പോയത് ഇതുപോലെയുള്ള വികാരപരമായ ചിന്തകൾ, വ്യാജമായ മ്ലേച്ഛമായ ചിന്തകളിലേക്ക് പോയി. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കർമ്മമാണ് അത് അനുഭവിച്ചത്. നല്ല ചിന്തകൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ചിന്തിക്കുവാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. അതിനകത്ത് ദൈവം കൈകടത്തുകയും നല്ല ചിന്തകൾ നമ്മെ രൂപപ്പെടുത്തുന്നത് നല്ല രൂപാന്തരണത്തിലേക്ക്. എന്നാൽ തെറ്റായ ചിന്തകൾ, തെറ്റായ ആലോചനകൾ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്നത് പൈശാചികമായ ഭാവങ്ങളിലേക്ക്. നമുക്ക് അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വഴിതെറ്റിപ്പോകും. കാരണം സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള അധികാരം അവർക്കുണ്ട്. 4 ദിശകളിലൂടെ നോക്കി നിന്ന് ചിന്തിക്കും. പക്ഷേ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഇന്നത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. എന്താ ഏറ്റവും വലിയ ശാപം? കേരളത്തിലെ ഏറ്റവും വലിയ ശാപം മദ്യപാനം. കൊച്ചു കുഞ്ഞുങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഇരുന്ന ഏറ്റവും ഇളം തലമുറക്കാർ അവരുപയോഗിക്കാത്തതുകൊണ്ട് മിക്കവാറുമായിരിക്കും അത് പറഞ്ഞത്. ഇന്നത്തെ MC റോഡിലും അല്ലെങ്കിൽ വിവിധ വഴിത്താരകളിലും ഒക്കെ നീണ്ട ക്യൂ കാണാം. നേരത്തെയൊക്കെ ഇതുപോലെ ക്യൂ കണ്ടുകൊണ്ടിരുന്നത് എവിടെയൊക്കെയായിരുന്നു? എവിടെ? സിനിമാ തിയേറ്ററിലുണ്ടായിരുന്നു, മാവേലി സ്റ്റോറിലുണ്ടായിരുന്നു. കാരണം ഭക്ഷണം വാങ്ങിയത് അന്നത്തേക്കുള്ള വഴി, അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള അവസ്ഥയിൽ നമുക്ക് എവിടെന്നെങ്കിലും ലാഭകരമായി കിട്ടുന്നുവെങ്കിൽ അവിടെ ഒന്ന് പോയി അതിൽ നിന്ന് വാങ്ങുവാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ല ആകാംക്ഷയുണ്ട്. ഇന്ന് അതൊക്കെ പോയി. മാവേലി സ്റ്റോറിലെ ക്യൂകളൊക്കെ മാറിപ്പോയി. കാരണം അവിടെ നിൽക്കുന്നവരിന്ന് പരിഹാസപ്പെടുന്നു എന്നുള്ള സാഹചര്യം. പോകട്ടെ, ഇന്ന് ആ ക്യൂ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു.
ഇതിൽ ഭൂരിഭാഗവും നിൽക്കുന്നത് ആരാണ്? ഭൂരിഭാഗവും നിൽക്കുന്ന ആ ക്യൂവിൽ ഭൂരിഭാഗവും നിൽക്കുന്നത് 40 വയസ്സിന് താഴെയുള്ളവരാണ്. 45 വയസ്സിന് താഴെയുള്ളവർ. 45 വയസ്സിനും എത്ര വയസ്സിനും ഇടയ്ക്കുള്ളവർ? എത്ര? 45 വയസ്സ് ഞാൻ പരമാവധി പറഞ്ഞു. അത് എത്ര വയസ്സ് വരെ വരും? താഴോട്ട് നോക്കിയാൽ വലിയ പ്രയാസം അല്ലേ? പക്ഷെ വലിയ പ്രയാസം. ആ വയസ്സ് പറയാൻ വലിയ പ്രയാസം. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തകളേ ഇല്ല. പക്ഷെങ്കിൽ ഇന്ന് സ്കൂളിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എത്തിയിരിക്കുന്നു. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ നല്ല ചിന്തകൾ നമ്മെ നല്ല വിധത്തിലൊക്കെ രൂപീകൃതമാക്കുവാൻ ഇടയാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില ദർശനങ്ങൾ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഉദാഹരണം ചോദിച്ചാൽ ഒരു പ്രത്യേക ഉദാഹരണം ഒന്ന് ചോദിക്കും. നിങ്ങളുമായിട്ടൊന്ന് ആശയങ്ങൾ വിനിമയം ചെയ്യും. നിങ്ങൾ ബസ് യാത്ര നടത്താറുണ്ടല്ലേ? ഇപ്പൊ എല്ലാവരും ബൈക്കായി. ഞങ്ങളുടെ കാലത്ത് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ബസ്സായിരുന്നു. ഞാൻ കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ച ഡിഗ്രിക്ക് പന്തളം കോളേജ്. അപ്പോൾ ബസ് യാത്ര നടത്തിയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ ബസ് യാത്ര നടത്തുന്നവരാണോ? ആണ്. കൺസെഷൻ ടിക്കറ്റ് അവകാശമുണ്ട് അല്ലേ? എത്ര രൂപയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ? 1 രൂപ. 1 രൂപയിൽ യാത്ര ചെയ്യുന്നവർ ഒരു ദിവസം ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമോ സന്തോഷമുണ്ടാകും? ആത്മാർത്ഥമായിട്ട് പറയും. അത് വന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? നാളെ ഇത് തന്നെ ചെയ്യണം. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ കുഴപ്പമില്ല. സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമല്ല, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണിക്കേണ്ട സത്യസന്ധത. നമ്മൾ യാത്ര ചെയ്യുന്നു, അതിന് തക്കതായ കൂലി കൊടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ കുറവായിരിക്കാം, കൂടുതലായിരിക്കും, എന്തുമായിരിക്കും. അതിനകത്ത് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മൾ പലപ്പോഴും ഒളിച്ചു വെക്കുവാൻ താല്പര്യപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന വിഷൻ, ദർശനം ഇത് വികലമാക്കപ്പെടുന്നുവെങ്കിൽ അവിടെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെയും അത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനാണ്. അങ്ങനെയുള്ള ചിന്തകളോടുകൂടി പിൽക്കാലത്ത് പിന്നീട് ജീവിക്കുന്നവൻ ഏത് കാര്യത്തിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിക്കും. ഏത് കാര്യത്തിലും ലാഭം കൊയ്യുവാനായിട്ട് ശ്രദ്ധിക്കും അല്ലേ? കവിണ് വീണാലും ഒരു മലയാളത്തിൽ ചൊല്ലുണ്ട്, കാപ്പണം കീശയിൽ വേണം. ഈ ഒരു ചിന്ത മാത്രമേ നമുക്ക് കാണൂ. പണത്തിന് വേണ്ടിയുള്ള ജീവിതമല്ല ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്, മറിച്ച് ജീവിതത്തിന് വേണ്ടി പണം ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവന് വേണ്ടി പണം ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ പണത്തിന് വേണ്ടി ജീവിക്കുവാനോ അതിനുവേണ്ടി ത്യാഗസമർപ്പണം നടത്തുവാനോ അല്ല, ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണമുള്ളതാണ് വിഭവങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനോട് ഇടപെടുവാൻ കഴിയും. ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവജനങ്ങൾ, നിങ്ങളോടെല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾക്കെല്ലാ നല്ല നന്മകളും നേരുന്നു. നിങ്ങളുടെ എല്ലാ ആഴ്ചകളിലുമുള്ള പ്രവർത്തനങ്ങൾ നല്ല ദർശനത്തോടുകൂടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് കർമ്മപഥത്തിലെത്തിക്കുവാനും തക്കവണ്ണം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തെഫാനോസ് സഭയുടെ മധ്യസ്ഥത അതിന് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം യുവാക്കൾ വന്നു ചേർന്ന് പ്രത്യേകമായിട്ട് സന്തോഷം പങ്കിടുന്നു. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോൾ നിങ്ങൾ വന്ന് എന്നോട് പരിചയപ്പെടണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ പലരെയും കാണുന്നതുകൊണ്ട് മുഖം ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, പേര് ഓർമ്മ പെട്ടെന്ന് വരികയില്ല. അതുകൊണ്ട് പ്രായമായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഇത്രത്തോളം അനുഭവിക്കാൻ ഇടയാക്കിയത് പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രത്യേകമായിട്ട് എന്നെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പല ആഗ്രഹങ്ങൾ ഉണ്ട് മനസ്സിൽ.